ഈ വാർത്തകൾ നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ഇസ്രായേലിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിലെ അപ്ഡേഷൻസുമായിട്ട് നമ്മോടൊപ്പം ശ്രീമതി സിനി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി സിനി, സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഏകദേശം 9ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇസ്രായേലിൻ്റെ മധ്യ ഇസ്രായേലിൻ്റെ ജെറുസലേം മേഖലയിൽ ഇറാൻ നടത്തിയ ആ ഒരു ആക്രമണത്തിൽ. അപ്പോൾ IDF ഇന്നലെ പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് വിജയകരമായിട്ട് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന കാര്യം IDF അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ആ ഒരു നാശനഷ്ടം ഇസ്രായേലിന്റെ മണ്ണിൽ വിതയ്ക്കുവാൻ ഇറാന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സാധിച്ചത്, പ്രത്യേകിച്ച് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത ഈ 9 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട്? ജോർജ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇസ്രായേൽ ഇന്ന് യഹൂദജനം പൂറിം ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. പൂറിം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ, എസ്തറിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന യഹൂദരുടെ കലണ്ടറിലെ ഫെബ്രുവരി മാർച്ചിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് പൂറിം എന്ന് പറയുന്നത്. പേർഷ്യ, പണ്ടത്തെ പേർഷ്യ ഇന്നത്തെ ഇറാൻ ആണല്ലോ, പേർഷ്യയിൽ വെച്ച് യഹൂദരെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയെ അതിജീവിച്ചതിന്റെ സന്തോഷം ആഘോഷിക്കുന്ന ഒരു ആഘോഷ ദിവസമാണ് ഇന്ന് ഇസ്രായേൽ ജനങ്ങൾ ആഘോഷിക്കേണ്ടിയിരുന്ന പൂരം. ആ പൂരം ഇന്ന് ആരും ആഘോഷിക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ സംഭവത്തിലോട്ട് വരുവാണെങ്കിൽ, ഇന്നലെ ഞാൻ ലൈവിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ ലൈവിൽ പോയ ആ സമയത്ത് നമുക്ക് സെൻട്രൽ ഇസ്രായേലിലോട്ട് അലാറം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെൻട്രൽ ഇസ്രായേൽ എല്ലാവരും അലേർട്ടായി സേഫ്റ്റി റൂമിലോട്ട് പോയ ആ സമയത്താണ് അവർ ജെറുസലേമിലോട്ടായിരുന്നു, ലോ ആറ്റിറ്റ്യൂഡിലായിരുന്നു അത് ജെറുസലേമിലോട്ട് വന്നത്. ജെറുസലേമിലോട്ട് അടുത്ത് 40 കിലോമീറ്റർ അടുത്തുള്ള ബെത്ത് ഷെമേഷ് എന്ന പ്രദേശത്തോട്ടാണ് അത് വീണത്. അത് ഫുൾ ഫെല്ലാവുകയാണ് ചെയ്തത്. അതിന്റെ ബങ്കറും ഷാർപ്പണിൽ വീണ് നാശനഷ്ടമായിട്ടുണ്ട്. അവിടെ ഇരുന്ന ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. മൊത്തം മരണം സംഖ്യ വന്നിരിക്കുന്നത് 9 പേരാണ്. 11 പേരെ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നാണ് ഇന്നലെ കിട്ടിയ IDFന്റെ ഒരു അറിയിപ്പ്. ഇന്ന് രാവിലെ അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. രാവിലെ ഞങ്ങൾക്ക് അപ്ഡേറ്റ്സ് നോക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജസ്റ്റ് അറിയാലോ, ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ, ഇസ്രായേൽ ടൈം 1 മണിയായപ്പോൾ ഹിസ്ബുള്ള ജോയിൻ ചെയ്തതിന് ശേഷം അവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തിയത് തന്നെ ഇറാൻകാരായിരുന്നു. രാവിലെ ഒരു 6:45, 6:45 കൂടിയിട്ട്. കൂടുതൽ അപ്ഡേഷനോട് പോകാൻ ഇന്ന് രാവിലെ സമയം കിട്ടിയില്ല ഇതുവരെ. പക്ഷെ ഞങ്ങള് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ ഇതുവരെ അതിന്റെ സംഭവത്തെ കുറിച്ച് പഠിക്കും എന്ന് പറഞ്ഞതല്ലാണ്ട് അതിന്റെ ഒരു വിശദീകരണ റിപ്പോർട്ട് IDF ഭാഗത്തുനിന്ന് മിക്കവാറും ഈവനിങ്ങിലായിരിക്കും അങ്ങനത്തെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വിടുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നമുക്ക് ഇസ്രായേലിൽ നിന്നും ലഭ്യമായത്, ഈ ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ളകളുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് വന്നിരുന്നു. ചില വാർത്തകൾ നമ്മൾ കണ്ടത്, ഈ വടക്കൻ മേഖലയിൽ നിന്നും ചില ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടതായിട്ട് ചില വാർത്തകൾ വന്നിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ലെബനോണിലേക്ക് നൽകുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ഒന്ന് പങ്കുവയ്ക്കാം. ഇന്നലെ രാത്രി ഇസ്രായേൽ ടൈം 1 മണിയോടുകൂടി, അതായത് ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ 3:30 3 റോക്കറ്റ്സ് ആണ് വന്നത്. ആദ്യം IDFന് അത് എവിടെ നിന്നാണ് വന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് IDFന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടി. അത് ലെബനോണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ലെബനോണിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ്. അവിടുന്ന് ഡ്രോൺസും അതേ സെയിം ടൈം അയച്ചിട്ടുണ്ടെന്ന് ഏകദേശം ഒരു 10 മിനിറ്റോടുകൂടി നമുക്ക് അറിയിപ്പ് കിട്ടുകയും അതില് 2 എണ്ണം ലിറ്റാനി റിവറിന്റെ അവിടെ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും മറ്റേ അത് വേറൊരിടം മൂന്നാമത് ഒരെണ്ണം അയച്ചത് അത് ഹിസ്ബുള്ളയുടെ അയച്ച ലക്ഷ്യസ്ഥാനത്ത് തന്നെ അത് ഇന്റർസെപ്റ്റ് ചെയ്യാനും IDFന് സാധിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് ആ 3 റോക്കറ്റും കടന്നിട്ടില്ല. അതുകൊണ്ട് ആർക്കും ആളഭയം ഒന്നും ഉണ്ടായില്ല. എന്നാലും അതേ സെയിം ടൈമിൽ തന്നെ ഇന്നലെ രാത്രി തന്നെ കരമാർഗം അങ്ങോട്ട് ഇസ്രായേൽ അറ്റാക്ക് നടത്തുകയും ഇന്ന് രാവിലെയും ഇസ്രായേൽ തിരിച്ച് അവരുടെ ആ ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ച് അങ്ങോട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിലെ നിലവിലെ ദൈനംദിന ജീവിതം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു? നമുക്കറിയാം 2 ദിവസമായിട്ട് ബോംബ് ഷെൽട്ടറിലും സേഫ് ഹൗസിലും ഒക്കെ ഇങ്ങനെ താമസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇസ്രായേലിലെ സാധാരണക്കാർ നീങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ മൺഡേ തിങ്കളാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ദൈനംദിന ജീവിതങ്ങൾ, ഈ ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതൊക്കെ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതോ ഇപ്പോഴും ഒരു കർഫ്യൂ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണോ ഇസ്രായേലിൽ നിലനിൽക്കുന്നത്? മാർച്ച് 12 വരെ ഇവിടെ നാഷണൽ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളിയാഴ്ച വരെ ഇവിടുത്തെ എയർപോർട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. എമർജൻസി സർവീസ് മാത്രമായിരിക്കും ചെയ്യുക എന്നും ഇന്നലെ വൈകുന്നേരത്തെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം നമുക്കിവിടെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പൂറിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട്
കഴിവതും കുട്ടികളും അവരുടെ പേരൻസും അതായത് ബോംബ് ഷെൽട്ടറിന്റെ അടുത്ത് എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കണമെങ്കിൽ അവർക്ക് എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ ആ ബോംബ് ഷെൽട്ടറിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം എന്നുള്ള സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ IDFന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹോമിലാണ്. ഇവിടെ കൂടുതലും ഉള്ളത് ഓൾഡ് ഏജ് ആയ ആളുകളാണ്. അപ്പം അവർക്കെല്ലാവർക്കും ഒരു 10-50 വീട്ടിലെ ആളുകൾക്ക് ഒരു ബോംബ് ഷെൽട്ടർ എന്ന രീതിയിലാണ് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ആ കുടുംബങ്ങളെ ആ ഒരു ബോംബ് ഷെൽട്ടറിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് ഓരോ ഏരിയയിലെ ആളുകൾക്കും മാനേജർമാർക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീമതി സിനി. ഈ ഒരു ഘട്ടത്തിൽ വളരെ ഒരു പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നുള്ള അപ്ഡേഷൻസ് ഷെക്കൻ ന്യൂസുമായി പങ്കുവച്ചത്. വീണ്ടും ആശംസിക്കുന്നു, സേഫായിട്ട് തന്നെ ഇരിക്കുക എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ഒപ്പമുണ്ട്. താങ്ക് യു. യെസ്, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ